നമസ്കാരം. ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു യാത്ര പോകാൻ പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആനകളെ കാണാൻ. ആനകളെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒരു ചോദ്യത്തിൽ തന്നെ ഒരു അർത്ഥമില്ല എന്നറിയാം. കാരണം മലയാളികൾക്ക് പൊതുവെ ആനകളെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ പേടി കാരണം ചിലരെങ്കിലും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ പോലും ആനകളെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ആനകളെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു യാത്രയ്ക്ക് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. നമ്മളിപ്പോൾ പോകുന്ന ആദ്യം എങ്ങോട്ടാണ്? ചെർപ്പളശ്ശേരി, പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി. ഇവിടുന്ന് ഏതാണ്ട് ഒരു 20 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അങ്ങോട്ടേക്കാണ് ആദ്യത്തെ യാത്ര. പാലക്കാട് ടൗണിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്ററോളം മാറിയിട്ടാണ് ചെർപ്പളശ്ശേരി ഉള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു അയ്യപ്പ ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മലബാറിൻ്റെ ശബരിമല എന്നും കൂടിയും ചെർപ്പളശ്ശേരിക്ക് ഒരു പേരുണ്ട്. ചെർപ്പളശ്ശേരി ശബരി ഗസ്റ്റ് ഹൗസിലുള്ള ഈ ഒരു ഗജവീരനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് ചെർപ്പളശ്ശേരി ശേഖരൻ. ഇപ്പൊ ജീവനോടെ ഉള്ള ഒരു ആനയല്ല, ഓർമ്മയായ ഒരു ആനയാണ്. ആനകളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെരിഞ്ഞ ഒരു ആനയാണ്. ഈ ആനയുടെ ശില്പികളെ കാണാനും പിന്നെ വേറെ ചില ആനകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ ആളുകൾ ഉള്ളത് ചളവറയിലാണ്. അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ആനയും ഇവിടുത്തെ ശില്പവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എല്ലാ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയ ഒരു ഗജശില്പം. ആനയുടെ പേര് ചെർപ്പളശ്ശേരി ശേഖരൻ. അത് ചങ്ങലയിൽ എഴുതിയിട്ടുള്ള ആ ഒരു നെയിം ബോർഡ്, തൊട്ടടുത്ത് തന്നെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ ആന ഇങ്ങോട്ട് എത്തിയത് 2001 ഡിസംബർ 17 തിങ്കളാഴ്ചയാണ്. ഓർമ്മയായത് 2023 ജൂൺ 9 വെള്ളിയാഴ്ചയാണ്. ഇവിടെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് 2023 സെപ്റ്റംബർ 9 ശനിയാഴ്ച. ഇനി നമുക്ക് ഈ ചെർപ്പളശ്ശേരി ആനയുടെ ശില്പികളെ ഒന്ന് കാണാം. അതുപോലെ തന്നെ മറ്റ് ഗജവീരന്മാരെ ഒന്ന് കാണാം. അതിനുവേണ്ടി നമുക്ക് പോകാം ചളവറയിലേക്ക്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നാട് കൂടിയാണ് ചളവറ. അതുകൊണ്ട് തന്നെ നമുക്ക് ചളവറയിൽ ഒരുപാട് പരിചയക്കാരുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ള പാർവതി ആൻറ്റി വഴിയാണ് ഈ ഒരു ശില്പികളെക്കുറിച്ച് അറിഞ്ഞതും അവരുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ കിട്ടിയത്. കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ തന്നെ ശില്പികളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരിലൊരാളായിട്ടുള്ള മിസ്റ്റർ മനോജ് എന്നോട് പറഞ്ഞത് ആനകൾ ഇപ്പോൾ കുറവാണ്, അതുപോലെ തന്നെ അവരുടെ വർക്ക് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ തന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നാളെ പറ്റിയാൽ വരാൻ പറ്റുമെന്ന്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോ ചളവറയിൽ എത്തിയിട്ടുണ്ട്. ചെർപ്പളശ്ശേരിയിൽ നിന്നും ചളവറയിലേക്കുള്ള യാത്രയാണല്ലോ നിങ്ങൾ കണ്ടത്. ചളവറയിൽ നമ്മളൊരു ആനത്തറവാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ എന്റെ മടിയിൽ വരെ ഒരു ആന ഉണ്ട്, ചുറ്റും ആനകളുണ്ട്. ജീവനുള്ളത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തില് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ആനകള്.
നമ്മളിവിടെ കണ്ട ആനകളുടെയൊക്കെ ശില്പികളാണ് രണ്ട് സഹോദരങ്ങള്, മനോജേട്ടനും വിനോദേട്ടനും. അപ്പൊ നമുക്ക് ഇവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ ഏതൊരു പ്രായം തൊട്ടാണ് ഇങ്ങനെ ആനക്കമ്പ് ഉണ്ട് എന്നറിയാം, ചെറുപ്പം തൊട്ടേ. പക്ഷെ ഇങ്ങനെ ഒരു ആനകൾ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം തുടങ്ങിയത് എപ്പോ മുതലാണ്? ഒരു 28 വയസ്സിലൊക്കെ തുടങ്ങി. ഒരു 6 വർഷമൊക്കെ ആയി. 6 വർഷമായിട്ട് ഇപ്പൊ ഇതന്നെ. ആദ്യം ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഞാൻ പണിക്ക് വരുന്നത്. ഇവന് ഫാബ്രിക്കേഷന്റെ വർക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് തുടങ്ങിയതിന് ശേഷം പിന്നെ ആ വർക്കൊക്കെ നിർത്തി ഇതന്നെ ഫുൾ ടൈം ഇങ്ങനെ കൾച്ചറിലേക്ക് തുടങ്ങി. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഓർഡറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ മാത്രമാണോ അതോ ഇന്ത്യയിൽ മൊത്തം ഉണ്ട്? പിന്നെ പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തുള്ളത് ഞങ്ങൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കില്ല, അത് കസ്റ്റമർ അങ്ങനെ കൊണ്ടുപോകണതാ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഈ കണ്ട ഈ ഒരു ആനയുടെ ഒക്കെ ഒരു ലൈക്ക് നിർമ്മാണത്തിന് ഏകദേശം എത്ര ദിവസത്തോളം പിടിക്കും? ഇത് ഒരാഴ്ച സമയം. ഒരാഴ്ച മതി? ഒരാഴ്ച മതി. അത് ശരി. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് ഫുൾ ടൈം വർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ. ചെറുതൊക്കെ ആണെങ്കിൽ? ചെറുതൊക്കെയാണെന്ന് വെച്ചാൽ 4 ദിവസമൊക്കെ അത് വരും. അതെ അല്ലേ. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇത്രയാണ് സൈസ്. മറ്റേ കാറിന്റെ ഉള്ളിൽ വെക്കുന്ന പോലെ ചെയ്യുന്നില്ല, പണ്ട് ചെയ്തിരുന്നു. അവർ ആനേനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വീഡിയോ അവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് 2 വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് പാമ്പാടി രാജനാണ്. പാമ്പാടി രാജന്റെ ചെവി ഇങ്ങനെ വീശണ ടൈപ്പില് ചെയ്തതാ. ഇതിപ്പോ ചെയ്തിട്ട് എത്ര കൊല്ലായി? ഇതിപ്പോ 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസം. ഇത് കോൺക്രീറ്റില് ചെയ്തതാ. കോൺക്രീറ്റിലാണ്? അതെ അതെ. ഭയങ്കര വെയിറ്റ് അത്. നമുക്ക് അടുത്ത ആനയെ പരിചയപ്പെടാം. ഇത് കുറച്ചും കൂടി ഇത് 2.5. അതെ, 30 ഇഞ്ചാണ്. 30 ഇഞ്ചിന്റെ? അതെ. ഇത് എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞ ആനയാണ്. എറണാകുളം ശിവകുമാർ ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയാ കണ്ണിന്റെ പിരികം ഭയങ്കര. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആന. ഇത് കുറെ ചെയ്തിട്ട്, ഇത് 4 വർഷമായി ചെയ്തിട്ട്. തുടക്കകാലങ്ങളിൽ ചെയ്തൊരു ആനയാണെന്ന്? അല്ല, ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനയെ കൊണ്ട് ആർക്കും കൊടുക്കാണ്ട് വെച്ചിരിക്കും. അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ഒരു ആന, അപ്പൊ അത് കൊടുക്കാണ്ട് വെച്ചിരിക്കുക. നമുക്കൊരു കുട്ടിയാനെ പരിചയപ്പെടാം. കുട്ടിയാനെന്ന് പറഞ്ഞാൽ ഈ സൈസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ശരിക്കും വലിയ ആനയാണ്. ഇത് വെറുതെ ഒരു ആന, അത് വേറെ മേഡത്തിന് വേണ്ടിട്ട് ചെയ്തതാ. വെറുതെ സാധാ ഒരു ആന. ഇത് പിന്നെ പാമ്പാടി രാജന്റെ 30 ഇഞ്ചാ. 30 ഇഞ്ചാ. പക്ഷെ ഇത് ഇതിന്റെ പുറത്ത് 150 കിലോ വെയിറ്റ് ഒക്കെ ഇരിക്കാം. ഞാൻ 52 കിലോ ഉണ്ട്, ഇരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് സിമ്പിളാ, എടുക്കുമ്പോഴൊക്കെ സിമ്പിളായിട്ട് എടുക്കാനൊക്കെ പറ്റും. വാഷബിളും ആണ്. പിന്നെ അതിന്റെ അപ്പുറത്തിരിക്കുന്നത് ഗ്ലേസി ഫിനിഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലേ? അല്ല, ഇത് മാറ്റാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച്, ഇതിപ്പോ പുതുതായി പെയിന്റ് ചെയ്തതാ, ഇന്നലെ പെയിന്റ് ചെയ്തതാ. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതുപോലെയാവും. പിന്നെ ഞങ്ങൾ ഇത് കൊടുക്കണ സമയത്ത് കുറച്ച് ഇതുപോലെ പൊടിയൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ വെക്കും. ആന എപ്പോഴും മണ്ണിലല്ലേ ഉണ്ടാവുക. ആന ഇതിന്റെ പേരാണ്. ഒരാൾക്ക്. അതെ, അവർക്ക് അങ്ങനെ ഇന്ന ആനാന്നൊന്നും വേണ്ട, രണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പേരായിട്ട് ചെയ്തതാ. അല്ല, ഇപ്പൊ നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോ പരിചയമില്ലാത്ത ആന, അതായത് കേരളത്തിലെ ആനകളല്ലാണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അതിൽ ആനകൾ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ എന്ന് വെച്ചാൽ ഫോട്ടോ കിട്ടി ആ റെഫറൻസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന? ഫോട്ടോ തരാറുണ്ട്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ സൈഡ് ഫോട്ടോ വേണം.
സൈഡിൽ നിന്നുള്ള വ്യൂ വരഞ്ഞെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ ഇനി തമിഴ്നാട്ടിലുള്ള ഒരു ആന ചെയ്യാൻ കെട്ടിയിട്ടുണ്ട്, മറ്റേ ശംഖമലം എന്ന് പറഞ്ഞിട്ട് ഒരു ആന. അത് ഭയങ്കര രസമുള്ള ഒരു പിടിയാന മുടിയൊക്കെ ആയിട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അവിടെ കൂടുതലും പിടിയാനകൾ. അതെ അതെ അതെ. ഇത് പിന്നെ ചെർപ്പളശ്ശേരി പാർത്തന ചെയ്തതാ. പ്രാർത്ഥന ചെർപ്പളശ്ശേരി പ്രാർത്ഥന ഇപ്പോഴും ഉണ്ടോ? ഇല്ല ഇല്ല, അത് 4 വർഷമായിട്ടുണ്ടാവും ചെരിഞ്ഞിട്ട്. കരിവീരൻ ഇത് നമ്മുടെ കർണൻ. കർണൻ. കർണനെ പിന്നെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കർണൻ ആ തുമ്പിക്കൈ മറ്റേ എന്താ പറയാ കൊമ്പിലേക്ക് ഇങ്ങോട്ട് കയറുന്ന തരത്തില് സൂര്യപുത്രൻ. ഇപ്പോഴും ചെരിഞ്ഞെങ്കിലും ഏറ്റവും ഫാൻസ് ഉള്ള ആന. അതെ, അത് പിന്നെ 30 ഇഞ്ചില് രാമചന്ദ്രനെ ചെയ്തതാ. ഏറ്റവും ഫാൻസ് ഉള്ള ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചിലര് അത് അംഗീകരിക്കില്ല, കാരണം തൊട്ടടുത്ത് നിൽക്കുന്നത് രാമനാണ്. ഏറ്റവും ഫാൻസ് ഉള്ള ആന 2 പേര് ഉണ്ട്, ഒന്ന് കർണൻ ഒന്ന് രാമൻ. ഏതാണ്? അത് ഗുരുവായൂർ കേശവനെ ചെയ്തതാ. അത് കുറച്ച് മുന്നേ ചെയ്തത്, 1 വർഷമായി ചെയ്തിട്ട്. ഗുരുവായൂർ കേശവനൊന്നും ആൾക്കാർ അങ്ങനെ മനസ്സിലാവില്ല. കേശവൻ എന്ന് പറഞ്ഞാൽ പഴയ കേശവൻ. അതെ അതെ അതെ. അപ്പൊ ഒരു ആനേനെ ഞാൻ കയ്യിലെടുത്തു, വീഡിയോന്റെ തുടക്കത്തിൽ മടിയിൽ വെച്ചു. അപ്പൊ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് എന്ത് ഇതിന്റെ ഫൈബർ ആണല്ലേ? അത് ശരി. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ആനയൊക്കെ, അതായത് ഈ ഒരു സൈസിലുള്ള ആന ഏകദേശം എത്ര ദിവസം പിടിക്കും ഇതിന്റെ ഒരു വർക്കിനായിട്ട്? ഇത് നമ്മള് ഫൈബറിൽ ചെയ്യുന്നത്, ചില ആനകള് ഒരുപാട് ബൾക്കായിട്ട് ചെയ്യാന്ന് വെച്ചാൽ മോൾഡിങ് ചെയ്യും. മോൾഡിങ് ചെയ്യാത്തതാണെന്ന് വെച്ചാൽ അങ്ങനെ ചില ആൾക്കാരുടെ വീട്ടില് ഉള്ള ആനകളൊക്കെ ഉണ്ടാവും. അധികം അത്ര ഫേമസ് ഒന്നും അല്ലാത്ത ആനകളൊക്കെ ആകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇരുന്ന് ഉണ്ടാക്കുക ചെയ്യും. അപ്പൊ 2 ആഴ്ച സമയം, 2 വീക്സ് പിടിക്കും. അതെ. എന്താണെന്ന് വെച്ചാൽ ഇതില് ഡീറ്റെയിൽ എടുത്ത് നോക്കി അറിയാം, ഡീറ്റെയിൽ ഫുൾ ആയിട്ട് ചെയ്തെടുക്കണം. അതെ അതെ അതെ, 2 ആഴ്ചയോളം പിടിക്കും. പക്ഷെ എന്താണ് ആ വർക്കിന്റെ ഒരു എഫക്ട് നമുക്ക് കാണാനുണ്ട്. അപ്പൊ കേരള ഭയങ്കര ഫാൻസ് ഉള്ള കർണാടകയില്. അത് ശരി. അപ്പൊ കേരള ആനകൾ മാത്രമല്ല, നമ്മുടെ ഒരു കർണാടകക്കാരനും ഉണ്ട്, സംസ്ഥാന അതിർത്തി കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സെയിലിന് വേണ്ടിയിട്ടാണോ അതോ? അത് കോൺക്രീറ്റാ. ഓ, ഇത് കോൺക്രീറ്റ്. ഇത് പാമ്പാടി രാജന്റെ താരതമ്യേന ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ഒരു ചെറിയ ശില്പമാണ്. ആനയുടെ പൂർണ്ണമായിട്ടുള്ള ശില്പം മാത്രമല്ല, ആനയുടെ ഹെഡ് മാത്രമായിട്ട് വേണമെങ്കിൽ അതുമുണ്ട്. ഇപ്പൊ ചില വീടുകളിലൊക്കെ ഇങ്ങനെ വെക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെ ചുമരിലൊക്കെ ചാരി വെക്കുന്ന വിധത്തില് ഹെഡ്. അതിപ്പോ ഇത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. അങ്ങനെ ഏത് ആനയുടെ വേണോ, കേരളത്തിലെയോ അല്ലെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഏത് ആനയുടെ വേണോ അത് ഇവിടെ ഉണ്ട്. അത് നമ്മൾ എത്ര ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം? അത് ഡിപ്പെൻസ്. 2 ആഴ്ച എപ്പോഴും ഇങ്ങനെ കൊടുക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് 2 ആഴ്ച സമയം. അപ്പോൾ ഇവിടെ നാട്ടാനകൾ മാത്രമല്ല കേട്ടോ, കാടടക്കി വാഴുന്ന ചില കാട്ടാനകളും ഉണ്ടേ. പൊതുവേ കാട്ടാനകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലൊക്കെ കുളിച്ച് ചേറൊക്കെ പൊതിഞ്ഞ് അങ്ങനത്തെ ഒരു രൂപമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ കൊടുത്ത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ ആദ്യകാലത്ത് ചെയ്ത ശില്പങ്ങളിൽ ഒന്നാണെന്നാണ് പറഞ്ഞത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ആനപ്രേമികളുണ്ട് എന്നറിയാം. എന്നാലും ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരായിരിക്കും 1-ാം സ്ഥാനം, പാലക്കാടായിരിക്കും 2-ാം സ്ഥാനം എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പം നിങ്ങളൊരു ആനപ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാണെന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആന സൂര്യപുത്രൻ മംഗലാംകുന്ന് കർണനാണ്. 4 വർഷം മുമ്പ് ഈ ആന ചെരിഞ്ഞു. പണ്ട് ഏതാണ്ട് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് തൃപ്പറ്റക്കാവിലെ പൂരത്തിന് വെച്ചിട്ടാണ് കർണനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്താ അവൻ്റെ ഒരു തലയെടുപ്പ്. പിന്നീട് ഒരിക്കൽ ഒറ്റപ്പാലത്തൊരു കല്യാണത്തിന് പോയ സമയത്ത് മംഗലാംകുന്ന് തറവാട്ടിൽ പോയിട്ടും കർണനെ കണ്ടു. അങ്ങനെ 2 തവണയെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാനുൾപ്പെടെ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു കർണൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കോൺടാക്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നും അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിൽ ഒരിക്കലൊക്കെ വീഡിയോസ് വരുമെന്നായിരിക്കും. അതെ, അവരുടെ തിരക്കുകളുണ്ട്. അപ്പൊ എന്നാലും അവർ അത്യാവശ്യം വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉടനെ തന്നെ അവരുടെ ഒരു യൂട്യൂബ് ചാനൽ വരുന്നതാണ് കേട്ടത്. അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് തന്നെ ആ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വരികയാണെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഇത്രയധികം ആനകൾക്കിടയിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഒറ്റക്കുതിര, അങ്ങനെ ഒരു കുതിരയുണ്ട് കേട്ടോ ഇവിടെ. ഇവർ പഠിച്ച സ്കൂളിൽ വെച്ച് നടന്ന ഒരു അനുമോദന ചടങ്ങിലെടുത്തൊരു ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ചൊരു ലേഖനം, ഇടയാത്ത ആനകൾക്ക് ഉടയാത്ത ചന്തം. ഈ 2 സഹോദരങ്ങളുടെ പേരിലേ ഒരു റെക്കോർഡ് കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് അച്ഛന്റെ പേരിലായിട്ട് തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ അല്ലേ? ശില്പം വലുത്, ഏറ്റവും വലിയ ശില്പം ഉണ്ടാക്കിയിട്ട് 2021 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഒരു ആനയുടെ ശില്പമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവരുടെ വീട്ടുമുറ്റത്തുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ശില്പം 11.34 ഫീറ്റ് ഉയരമുള്ള കോൺക്രീറ്റ് കൊണ്ടും ഇരുമ്പ് റോഡുകൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഒരു ഭീമാകാരമായ ഗജശില്പം. 2021 ഏപ്രിൽ 3 ഈ റെക്കോർഡിന് ഇവർ ഉടമയായത്. ഇവരുടെ പിതാവ് ശ്രീ ഗോവിന്ദൻകുട്ടിയുടെ പേരിലാണ് ഈ ഒരു റെക്കോർഡ് ഇവർ ഏറ്റുവാങ്ങിയത്. ഇതൊക്കെ ഇവരുടെ തുടക്കകാലങ്ങളിൽ ചെയ്ത ചില വർക്കുകളാണ്. അവരുടെ വീട്ടിലെ തൊടികളിൽ കുറേ ആനകളുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആനയായിട്ടുള്ള കർണനെ ഒന്ന് കണ്ടാലോ? ഇവിടെ ചളവറ എത്തിയപ്പോൾ നമുക്ക് ശരിക്കും വഴികാട്ടിയായി നിന്നത് ഈ കർണനാണ്. ഞാൻ ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടു സൂര്യപുത്രൻ കർണൻ. ഇതാണ് അല്ലെ ആ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇതാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറെ ആന പുറത്ത് ചെയ്തു. ഇതിനൊന്നും ഞങ്ങൾ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറും പ്രൈമറിൽ ഇങ്ങനെ കളർ ചേർത്ത് അടിച്ചതാണ്. അതായത് ഇങ്ങനെ അവിടെ ഉള്ളതില്ലേ, അവിടെ കണ്ടില്ലേ ആ സ്കെയില്, അതൊക്കെ അവര് നല്ല ക്വാളിറ്റിയിലുള്ള പെയിന്റ് എടുത്തിട്ടുണ്ട്. 2 വർഷമായി അങ്ങനെ ചെയ്ത പെയിന്റ് ഒന്നും പോവില്ല. ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കണതല്ലേ. പക്ഷെ തുടക്കകാലങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ നിങ്ങളുടെ തന്നെ കോസ്റ്റ് ഇറക്കണ്ടേ? അപ്പൊ അത്യാവശ്യം നല്ല ഒരു പൈസ പണിയെടുത്ത് കിട്ടുന്ന പൈസ ഇതിൽ തന്നെ നിലവാരം. ഈ ശില്പം ആദ്യം പണിത സമയത്ത് ഞങ്ങൾ ഇവിടെ മറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് ഒരു ദിവസം രാത്രിയാണ് ഇത് അഴിച്ചത്, പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇവിടെ കല്ലടിക്കോടുള്ള ഒരാൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ആൾ ഇതിൽ നടക്കാൻ വന്ന സമയത്ത് ആദ്യം ഇങ്ങനെ വാക്കിങ്ങിന് പോകും. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ആളുടെ നാട്ടിലൊക്കെ ആന ഇറങ്ങണ സ്ഥലല്ലേ. അപ്പൊ ആള് വിചാരിച്ചത് ഇവിടെ കാട്ടുന്ന ആന ഇറങ്ങി വന്നിരിക്കാന്ന് വിചാരിച്ചു. കാട്ടാനിറങ്ങി വിചാരിച്ച ആള് ഒന്നും പറഞ്ഞില്ല, വേഗം തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ ചോദിച്ചു ഉത്തരം എന്താ ഇന്ന് പെട്ടെന്ന് വന്ന്. അപ്പൊ അവിടെ ആന ഉണ്ട്, ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആളോട് പറഞ്ഞത് ആനയല്ല പ്രതിമയാണ്. അപ്പോഴാണ് ആള് മനസ്സിലായത് ആ പ്രതിമയാണ്. നേരം വെളിച്ചാവുന്ന സമയത്തൊക്കെ ആവുമ്പോ അല്ല, അവരുടെ നാട്ടിലെന്ന് വെച്ചാൽ ആന ഇറങ്ങും. പിന്നെ ആളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അന്ന് ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. ആള് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ആൾക്ക് രണ്ടാമത് നോക്കാനുള്ളൊരു ധൈര്യം ഇല്ല. കാരണം അവരുടെ നാട്ടില് ആന ഇറങ്ങുമല്ലോ. ആള് വേഗം സ്ഥലം വിട്ടു കിടന്നു. ആനവിശേഷങ്ങൾ തൽക്കാലം അവസാനിക്കുന്നു. അപ്പോൾ 2 പേരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള അവസരം നൽകിയതിന്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മളുള്ളത് ചളവറ സ്കൂളിന് മുന്നിലാണ്. അങ്ങനെ നമ്മൾ ചളവറ സ്കൂൾ ഗ്രൗണ്ടിന് മുന്നിൽ വണ്ടി ഇട്ടിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നല്ലൊരു വീഡിയോ ഇന്ന് കിട്ടി. നന്നായിട്ട് നമുക്ക് ആനകളുടെയും അതുപോലെ ആനകളുടെ ശില്പികളായിട്ടുള്ള 2 സഹോദരന്മാരോടും സംസാരിക്കാനും പറ്റി. ആനകളുടെ കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റി ഈ വീഡിയോയിലൂടെ. എന്താണ് ഈ ഒരു വീഡിയോ അനുഭവത്തിന്? നല്ല പരിശ്രമികളായിട്ടുള്ള കുട്ടികളാണ്. അതെ, 2 പേരും നല്ല ക്രിയേറ്റീവ് ആണെന്ന് നമുക്ക് അവരുടെ ശില്പങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ വീഡിയോ ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നല്ല ഒബീഡിയൻ്റ് ആണ്, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അതെ, അതാണ് ഏറ്റവും എനിക്ക് നമ്മൾ ആദ്യത്തെ കോൾ മുതൽ തന്നെ നമുക്ക് മനസ്സിലായത്. അവര് വളരെ ഡൗൺ ടു എർത്ത് ആണ്, വളരെ ഫ്രണ്ട്ലിയാണ്. വേറെയും ചില യൂട്യൂബ് ചാനലുകളിൽ ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും അതുപോലെ നമുക്ക് ചളവറ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അടുത്ത സ്ഥലമാണ്. ഇവിടെ നമുക്ക് ചില ബന്ധുക്കളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവരായിട്ട് എത്തിയത്. എന്തായാലും കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ എനിക്കറിയാൻ പറ്റി, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ പറയൂ. ബൈ.